കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന അസുഖമുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? OSA സ്ഥിരീകരിക്കാൻ പോളിസോംനോഗ്രഫി അഥവാ സ്ലീപ്പ് സ്റ്റഡി എന്നൊരു ഉറക്കത്തിന്റെ പഠിത്തമാണ് ചെയ്യേണ്ടത്. മൈൽഡ് കേസുകളിൽ ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് തന്നെ ആശ്വാസം നേടാം. അതായത് ഡയറ്റും എക്സസൈസും കൊണ്ട് ഭാരം കുറയ്ക്കുക, പിന്നെ ഒരു സ്ലീപ്പ് ഹൈജീൻ ഉണ്ടാവുക, അതായത് എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഉറങ്ങുക, ഒരേ സമയത്ത് തന്നെ എഴുന്നേൽക്കുക, ഉറക്കത്തിന് ഒരു ചിട്ട ഉണ്ടാവുക, പിന്നെ മദ്യപാനം ഒഴിവാക്കുക, ഫോണും ടിവിയും രാത്രി കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഒഴിവാക്കുക, രാത്രി കിടക്കുന്നതിന് മുമ്പായി വയറ് നിറച്ച് ഫുഡ് കഴിക്കാതിരിക്കുക എന്നിവയൊക്കെയാണ് ഈ സ്ലീപ്പ് ഹൈജീനിൽ വരുന്നത്. പിന്നെ സ്ലീപ്പ് പൊസിഷനിങ്, അതായത് സൈഡിലോട്ട് ചെരിഞ്ഞ് കിടക്കുക, പിന്നെ തലഭാഗം ഉയർത്തി കിടക്കുക. അവസാനമായി നാവിലെയും തൊണ്ടയിലെയും മസിലുകളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മയോ ഫങ്ഷണൽ എക്സസൈസസ് ആണ്. ഇതിലൊന്നും നിൽക്കാത്ത കേസുകളിലും സിവിയറിറ്റി കൂടിയ കേസുകളിലും CPAP ഡിവൈസ് കൊണ്ടുള്ള ചികിത്സയാണ് വേണ്ടത്. ചുരുക്കം ചില കേസുകളിൽ ഡെന്റൽ ഡിവൈസസോ സർജറിയും ഫലപ്രദമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ കൂർക്കം വലി ഓർമ്മ വരുന്നുണ്ടെങ്കിൽ വൈകാതെ ഒരു പൾമനോളജിസ്റ്റിനെ കാണുക.